പുതിയ കഥകൾ സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നുള്ളതുപോലുള്ള കഥകളൊന്നും ഇല്ല. ഇപ്പോൾ വിസ്മയം ചുരുങ്ങി ഇത്രത്തോളം എത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? കേരള കോൺഗ്രസ് വരുന്നു എന്നായിരുന്നു. അതിന് വിശ്വാസ്യത പകരാൻ വേണ്ടി പറഞ്ഞ കഥ എന്തായിരുന്നു? സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചു എന്നാണ്. 40% തുടർഭരണം വേണം എന്ന് പറയുന്നത് അത് LDF CPM ആളുകൾ മാത്രമാണ് 40% പറയുന്നത്. ഈ 53.7% പേര് വേണ്ട എന്ന് പറയുന്നത് അത് UDF മാത്രമല്ല, അതിൽ BJPയും ഉൾപ്പെട്ടിട്ടുണ്ട്, മറ്റ് ചെറിയ പാർട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താവും ഭരണം? ഈ 53.7% എന്നുള്ളത് ഒരിക്കലും BJP 20% വോട്ട് പിടിച്ചാൽ കഴിഞ്ഞു, കത്തിക്കൽ, കഥം തുടർഭരണം പിണറായി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ലാതെ ഇവരുടെ തൊഴുത്തിൽ കുത്തും അടിയും അടിത്തടിയും അല്ല ഇവരുടെ കാര്യം. ഇവർക്കൊരു നേതാവില്ല. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണം ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊന്ന് നിങ്ങൾ കേട്ടിട്ട് അടുത്തത് ഞാൻ വെക്കാം. ആദ്യം കേട്ടിട്ട് കുട്ടികൾ പറയുന്നുണ്ട്, ആദ്യം കേൾക്കാം നമുക്ക്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തമ്മിലുണ്ടായ സംവാദത്തിൽ ഒരു ചോദ്യം ഉണ്ടായി. ആരായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFനെ നയിക്കുക എന്നത്. ഒരു അർത്ഥശങ്കയും ഇല്ലാതെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുമെന്ന്. ഈ UDFിലെ ഒരു വ്യക്തി പറഞ്ഞല്ലോ ഇതുപോലെ പറയാൻ. ഒരു വ്യക്തി ഉണ്ടാവും നിങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കും. ഇവർ ഉടനെ ഹൈക്കമാൻഡിലേക്ക് വിടും. ഹൈക്കമാൻഡ് തീരുമാനിക്കും ഞങ്ങളുടെ അങ്ങനെയാണെന്ന്. ഇവർക്ക് പരസ്പരം രമേശനും വരണം, രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടെന്നുണ്ട്, മുരളീധരനും വരുന്നുണ്ട്, VD സതീശനും വരുന്നുണ്ട്, ശശി തരൂരിനും വരണമെന്നുണ്ട്, ഈ സകല ആളുകൾക്കും വരണമെന്നുണ്ട്. ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാണ്. അതുകൊണ്ട് ഇവർ ഒന്നാമത് വരാതിരിക്കുന്നത് നല്ലത്. വരാതിരുന്നാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഞാനിപ്പോൾ കാണിച്ചു തരാം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരിഹസിച്ച കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്. മലയാള മനോരമ പത്രം നോക്കിയാണ് VD സതീശൻ വിഷയം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് DCC ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ പരിഹസിക്കുന്നത്. അരുൺ, ഇവർ രണ്ടും ഒരു പാർട്ടി തന്നെയല്ലേ? ജില്ലയിലെ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലുള്ള, അതായത് DCC ജനറൽ സെക്രട്ടറിയാണ് T ജയകൃഷ്ണൻ. T ജയകൃഷ്ണനാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഫോണിലിട്ടത്. അതിൽ നേതാവെ അടുത്ത വിഷയം എന്താണെന്ന് ജയകൃഷ്ണൻ ചോദിക്കുന്ന രീതിയിൽ അതിൽ VD സതീശൻ മറുപടി നൽകുന്ന രീതിയിലാണ് ഈ സ്റ്റാറ്റസ്. അങ്ങനെയാണത് ആ സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്ത് പങ്കുവച്ചിട്ടുള്ളത്. മനോരമയിൽ ഒന്നും വന്നില്ല, ഒരു നിശ്ചയമില്ല JK, അതായത് JK ഉദ്ദേശിക്കുന്നത് ജയകൃഷ്ണൻ തന്നെയാണ്. അങ്ങനെ മനോരമ നോക്കി വിഷയങ്ങൾ പറയുകയും അല്ലെങ്കിൽ നിശ്ചയിക്കുകയും ചെയ്ത് തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ അവരൊരു ഇഷ്യൂ ഉണ്ടായാൽ പുറത്ത് സംസാരിക്കില്ല. അവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ തീർക്കും. ഇത് സ്വയം കളിയാക്കിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ സ്റ്റേജിൽ കണ്ടില്ലേ, ഷാഫി പറമ്പിലും മുല്ലപ്പള്ളിയും മറ്റേ എല്ലാവരും കൂടി കിടന്ന് ഉന്തും തല്ലും പിടി ആയിരിക്കുന്നത്. അത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുകയും ചെയ്തു, വന്നിട്ട് ഇന്ന് വന്നിട്ട് പറയുകയും ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ. മുരളീധരൻ പറയുകയും ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റായി, ഷാഫി കുറച്ച് സംയമനം പാലിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഷാഫി ആയിരുന്നു ആദ്യം വിളിക്കേണ്ടത്, വിളിക്കാത്തതിന്റെ നീരസമാണ് ചെയ്തത് എന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഇവർ തമ്മിൽ വഴക്കെന്ന് വെച്ചാൽ ഇവര് ഒന്നൊന്നര അടിയാണ് ഇവർ തമ്മിൽ. ഇവര് ആരും നേതാവ്, കാരണം ഇവര് കംപ്ലീറ്റ് നേതാക്കന്മാരാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നില്ലെങ്കിൽ എന്താവും? അത് വേറെ ഇഷ്യൂ ആവും. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നില്ലെങ്കിൽ അവരപ്പോൾ വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ പേഴ്സണലി രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ അത്രയും മറ്റേ പെണ്ണും തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. രാഹുലിനെ പറ്റിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരിനി രാഹുലിനെ അവിടെ നിർത്തിയില്ലെങ്കിൽ ഇവർ തിരിഞ്ഞു കുത്തും. ഇത്രയും കാലം 15 വർഷമായിട്ട് കയ്യിലിരിക്കുന്ന മണ്ഡലം പോലും പോകും. ആ അവസ്ഥയിലേക്ക് പോകുന്നിരിക്കുന്നത്. കാരണം രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് രാഹുലിന്റെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. രാഹുൽ ഇപ്പൊ അവിടെ വന്ന് 1 വർഷം 1.5 വർഷം ആയില്ലെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ അവനിപ്പോ വേണ്ടപ്പെട്ട ആളായിട്ടുണ്ട് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിൽ പാരയാണെന്നേ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ എന്തിന് മാറ്റി കുത്തണം, എന്തിന് നമ്മൾ LDF വരണ്ട എന്ന് പറയണം. അതിനുള്ള കാരണങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ഒരു കാരണങ്ങൾ മതി. ഇത് ഏതും രാഷ്ട്രീയക്കാർ പറയില്ല, അല്ലാത്ത ആളുകൾ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് കേട്ടിട്ട് നമുക്ക് അതൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ആലോചിക്കാനുള്ള കാര്യമാണ്. അല്ലാതെ